ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ ഉള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. എന്താണേലും പെറ്റതല്ല, വളി വിട്ടുണ്ടായതായിരിക്കും ഈ ജന്മം. പെറ്റതാവാൻ ചാൻസ് ഇല്ല. പെറ്റതാണെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം കാണിക്കും, ഒരിച്ചിരിയെങ്കിലും മനുഷ്യന്റെ സ്വഭാവം കാണിക്കും. അതല്ലാണ്ട് ഒരു ജന്തുവിൻ്റെ, ഒരു തീവ്ര ജന്തുവിൻ്റെ സ്വഭാവം കാണിക്കണമെങ്കിൽ വളി വിട്ടേണ്ടതായിരിക്കും. അമ്മ അറിയാണ്ട് എവിടെയോ വിട്ട വളിയിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടുള്ള ഒരു സാധനമായിരിക്കാനേ ചാൻസ് ഉള്ളൂ. ഇവനെപ്പോലത്തെ വിഷജന്തുക്കൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇമാതിരി സംസാരം സംസാരിക്കുമ്പോൾ അതിനെ കൈയടിച്ചിരിക്കുന്ന ഒരു കൂട്ടം മലങ്ങൾ ആ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, മലവാണങ്ങൾ ആ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതെന്താ മറ്റേ ഷവർമ്മ ജിഹാദാണോ അടുത്തത് നിങ്ങളെ പ്ലാൻ ചെയ്യടാ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഷവർമ്മ ജിഹാദ് എന്നോ ഷവായ ജിഹാദ് എന്നോ അൽഫാം ജിഹാദ് എന്നോ ഒക്കെ ചെയ്യേ. നമ്മുടെ മുസ്ലിം ആയിട്ടുള്ള അൽഫാം വന്നില്ല എന്നും പറഞ്ഞാൽ അവനെ അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇതുണ്ടല്ലോ. അവനെപ്പോലത്തെ ജിഹാദികൾ, അവന്മാരൊക്കെയാടാ യഥാർത്ഥ ജിഹാദികൾ. നിങ്ങൾ ഷവർമ്മ ജിഹാദ് എന്നും അൽഫാം ജിഹാദ് എന്നും പറയടാ. ഒരു മുസ്ലിം പേര് അല്ലെങ്കിൽ ഒരു അറബിക് പേര് അവിടെ വന്നു കഴിഞ്ഞാൽ നിനക്കൊക്കെ അങ്ങനെ ചൊറിച്ചിലാണ്, നിൻ്റെയൊക്കെ കുണ്ടിയിൽ പൊട്ടും കൃമി. അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ജന്തുവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഷവർമ്മ കഴിക്കുന്നത് ഹിന്ദുക്കൾ മാത്രം, വർമ്മമാർ മാത്രം. അവിടെ അവൻ കൊണ്ടുവന്ന ഒരു സവർണ വർമ്മനെ, അതാണ് ഷവർമ്മൻ്റെ പേരിൽ വർമ്മനെ കയറ്റിക്കഴിഞ്ഞാലേ കുറച്ചൊരു ബൂസ്റ്റ് കിട്ടുള്ളൂ അവിടെ, എരിവും പുകച്ചിലൊക്കെ കിട്ടണമെങ്കിൽ. അതാണ് നമ്മുടെ ഈ കൂട്ടരുടെ അവസ്ഥ. ഈ വൃത്തികെട്ട ജന്തുക്കളുടെ ചിന്താഗതി അവിടെ നിങ്ങൾ ആലോചിക്കണം.